Hey guys, welcome back to our channel. So welcome back to another ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന രീതിക്കുള്ള നമ്മുടെ മലയാളത്തിൽ ഉണ്ടാക്കിയ ഒരു ബെഞ്ച് മാർക്കാണ് സുഹൃത്തുക്കളെ ദൃശ്യം എന്ന് പറയുന്ന മൂവി. സോ ദൃശ്യം 3 അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. എൻ്റെ മോനെ ജോർജ് കുട്ടി അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട അറിയേണ്ട കുറച്ചധികം കാര്യങ്ങളൊക്കെ കൂടെ അടങ്ങിയ ഒരു കിടുക്കൻ പാക്കേജ് പടമാണ്. പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എല്ലാം ഒരു വേറെ സ്റ്റെപ്പിൽ പോകുന്ന ഒരു പടമാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയേ ചെയ്യില്ല. കാരണം ആ ഒരു സാധനമല്ല, ഇതൊരു ഫാമിലിയിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലുണ്ടായ സംഭവം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫാമിലി എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ശേഷം അവരുടെ ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരുടെ ലൈഫ് എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ഫ്രാഞ്ചൈസി ആണല്ലോ ഇത്. ഫസ്റ്റിനകത്ത് ആ ഉണ്ടായ ഇൻസിഡൻറ്റ്, ദെൻ സെക്കൻഡിനകത്ത് അതിനെ ഓവർകം ചെയ്യുന്ന ഒരു ജോർജ് കുട്ടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തേർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇവരുടെ ഫാമിലി ലൈഫ് എന്താണ്, അല്ലെങ്കിൽ ഇനി എന്ത് പ്രശ്നങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, ഇനി അഥവാ വന്നാൽ തന്നെ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഫസ്റ്റ് ഹാഫിനകത്ത് കാണിക്കുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് കഴിഞ്ഞ് ഇൻ്റർവൽ സാധനം എത്തുമ്പോൾ തൊട്ട് ദാണ്ടൊരു സാധനം അങ്ങോട്ട് ഇട്ടാലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ എക്സൈറ്റ്മെൻറ്റ്, ക്യൂരിയോസിറ്റി, നമുക്ക് അങ്ങനെയുള്ള ത്രില്ലിങ് മൊമെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇനി എന്ത് സംഭവിക്കും. ട്രെയിലർ ടീസറും കണ്ടപ്പോൾ നമുക്ക് തോന്നിയിരുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു സാധനം അത് എനിക്കും പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അതാണ് ഈ പടത്തിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു ചെറിയ ഇതെങ്കിലും ഇറിറ്റേഷൻ തോന്നിയത് ഈ മീന ചെയ്ത റാണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. കാരണം അത് എന്തെങ്കിലുമൊക്കെ സീരിയസ്ലി എനിക്ക് അന്നേരം തന്നെ തിയേറ്ററിൽ തോന്നിയൊരു കാര്യമാണ്. കാരണം ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി വന്നു ജോർജ് കുട്ടി അത് അങ്ങനെയാണോ, ജോർജ് കുട്ടി ഇത് ഇങ്ങനെയാണോ, ജോർജ് കുട്ടി എന്താ പ്രശ്നം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ചോദ്യവും പറച്ചിലും കുറച്ചധികം കൂടുതലായിട്ട് എനിക്ക് ഈ പഠനത്തിൽ തോന്നി. അത് മേ ബി ചിലപ്പം ചില ഫാമിലീസിൽ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ അത്ര ഇത് കൊടുത്തത്. ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വലിയ സസ്പെൻസോ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് മൊമെൻറ്റ്സോ അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഒരു നോർമൽ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഒരു പടം ഇറങ്ങുന്നു, ലാലേട്ടൻ്റെ ഒരു പടം ഇറങ്ങുന്നു, അത് നമുക്ക് അറിയാവുന്ന ഒരു പടത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൻ്റെ ഇതെന്തായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റേഷൻ എന്തായിരിക്കും എന്നൊക്കെ അറിയത്തക്ക രീതിക്ക് നമുക്ക് പോയിരുന്ന് കാണാൻ പറ്റും. നല്ല കിട്ടുക്കുന്നൊരു പടമാണ്. ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ കൂടെ നമ്മൾ ആ ഒരു പേഴ്സണായിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് പടം കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് മാത്രമല്ല, എനിക്ക് കുറച്ചധികം ഒരു ലാഗെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്നാൽ പോലും ഇച്ചിരി എന്താ പറയുക, ഇത്രയും വലിച്ചു നീട്ടണോ എന്നുള്ളൊരു സാധനം തോന്നിയത്. ബട്ട് അതിനും കൂടെ ഉള്ള ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവർ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഇവിടുത്തെ ആശീർവാദം നോക്കിയപ്പോൾ തന്നെ 16ഓളം ഷോസാണ് അവിടെ ഇന്ന് ഒരു ദിവസം തന്നെ കളിയുന്നത്. ഈ ലോക, വാഴ 2 ഇതിൻ്റെയൊക്കെ റെക്കോർഡ് പൊളിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. ഈ ഒരു ഫ്രാഞ്ചൈസി അലമ്പാക്കല് അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയെ കൊണ്ട് നശിപ്പിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. അതെന്തായാലും നശിപ്പിച്ചിട്ടില്ല. സോ അതാണ് സുഹൃത്തുക്കളെ ദൃശ്യം 3 എന്ന് പറഞ്ഞ മൂവി കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ അത്രേ ഉള്ളൂ.